വാണിയംകുളം വിനേഷ് കൊലപാതക ശ്രമത്തിൽ വാണിയംകുളം സർവീസ് സഹകരണ സംഘം ഭരണകർത്താക്കൾക്ക് പങ്കെന്ന് ബി.ജെ.പി. സർവീസ് സഹകരണ സംഘത്തിൽ ജോലിക്കാരായ ഹാരിസ്, സുർജിത്ത് എന്നിവർ വിനേഷ് കൊലപാതക ശ്രമത്തിൽ റിമാൻഡിലായി ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഇതുവരെ അവരെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യാത്തത് ഇതിന്റെ ഗൂഢാലോചനയിൽ ഭരണസമിതിയിലെ പ്രമുഖർക്ക് പങ്കുള്ളതുകൊണ്ടാണെന്ന് ബി.ജെ.പി. പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി. വേണുഗോപാൽ ആരോപിച്ചു. വാണിയംകുളം പനയൂരിലെ വിനേഷിനെ കൊല ചെയ്യാൻ ശ്രമിച്ച ഹാരിസ്, സുർജിത്ത് തുടങ്ങിയിട്ടുള്ള ആളുകൾ അവരിപ്പോഴും ജയിലിലും അതേപോലെ തന്നെ പോലീസിൻ്റെ കസ്റ്റഡിയിലോ. ഈ രണ്ടുപേരും സർവീസ് സഹകരണ ബാങ്കിൽ, അതായത് വാണിയംകുളത്തുള്ള സർവീസ് സഹകരണ ബാങ്കിലെ ഉദ്യോഗസ്ഥന്മാരാണ്. സാധാരണഗതിയിൽ ഇത്തരം സർക്കാർ സ്ഥാപനത്തിലോ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലോ സഹകരണ സംഘങ്ങളിലോ ജോലി ചെയ്യുന്ന ആളുകൾ അവർ കേസിൽപ്പെട്ട് റിമാൻഡ് ചെയ്യപ്പെട്ടാൽ അവരുടെ പേരിൽ നടപടിയെടുക്കണമെന്ന് നിയമമുണ്ടായിരിക്കെ ഇതുവരെ ആ രണ്ടുപേരെയും ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ അവിടെ സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഭരണാധികാരികൾ തയ്യാറായിട്ടില്ല. ഇത് അധികാര ദുർവിനിയോഗം ചെയ്യലാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അസിസ്റ്റന്റ് രജിസ്ട്രാറുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ എന്ത് നടപടിയാണ് എടുത്തത് എന്ന് അന്വേഷിച്ചുകൊണ്ട് ഇവിടുന്ന് ലെറ്റർ അയച്ചിട്ടുണ്ടെന്നും അതിന് ഇതുവരെ മറുപടി തന്നിട്ടില്ല എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ഇത് നിയമത്തോടുള്ള വെല്ലുവിളിയാണ്. CPM പ്രവർത്തകനായ വിനേഷും പ്രതികളും തമ്മിൽ തർക്കം ആരംഭിച്ചത് സർവീസ് സഹകരണ ബാങ്കിലെ അഴിമതിയുടെ പേരിലാണ്. പ്രതികളുടെ പേരിൽ എന്ത് നടപടിയെടുത്തു എന്ന് വിശദീകരണം അസിസ്റ്റന്റ് രജിസ്ട്രാർ ചോദിച്ചിട്ടും ഇതുവരെ മറുപടി പോലും കൊടുത്തിട്ടില്ല. ഇത് നിയമത്തെ വെല്ലുവിളിക്കലാണ്. പ്രതികളെ സംരക്ഷിക്കുന്ന ഭരണകർത്താക്കൾക്ക് എതിരെ നിയമപരമായും ബി.ജെ.പി. മുന്നോട്ടു പോകുമെന്നും ബി.ജെ.പി. ജില്ലാ അധ്യക്ഷൻ പറഞ്ഞു. അടക്കമുള്ള അഴിമതികൾ ചൂണ്ടിക്കാണിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് ഇന്ന് പൊതുജനങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ സഹകരണ ബാങ്കിൻ്റെ ഭരണാധികാരികളുടെ കൊട്ടേഷൻ കൂടി ആയിട്ടാണോ ഈ ഹാരിഷും സുർജിത്തും പ്രവർത്തിച്ചത് എന്ന് സംശയമുണ്ട്. സ്വാഭാവികമായിട്ട് ഇവരുടെ പേരിൽ നടപടിയെടുത്തില്ലെങ്കിൽ അത് അവർക്ക് ഇതിൻ്റെ ഈ ഗൂഢാലോചനയിൽ, ഈ വിനേഷിനെ കൊല ചെയ്യാൻ വേണ്ടി ശ്രമിച്ച ഗൂഢാലോചനയിൽ വ്യക്തമായ പങ്ക് സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഭരണാധികാരികൾക്കുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതല്ല എങ്കിൽ ഏറ്റവും പെട്ടെന്ന് നടപടിയെടുക്കണം. അതല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി നിയമപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും ഇതിനെതിരെ രംഗത്ത് വരും എന്ന് ഓർമ്മിപ്പിക്കുകയാണ്.